നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബാങ്കുകളിൽ നിന്നും അല്ലാതെയും പലതരത്തിലുള്ള ലോണുകൾ എടുത്ത് അവസാനം അടയ്ക്കാനാകാതെ പലിശയ്ക്ക് മുകളിൽ പലിശ കൊടുത്ത് അവസാനം കടക്കിണിയിലായി പിന്നീട് ആത്മഹത്യയിലെത്തുന്ന പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്നിരുന്നാലും വീണ്ടും ഇത്തരത്തിലുള്ള പണം നൽകുന്ന അനധികൃതമായിട്ടും അതുപോലെ തന്നെ ലൈസൻസ് ഇല്ലാതെയും മറ്റും പണം നൽകുന്ന പല സ്ഥാപനങ്ങളും ഇന്ന് കേരളത്തിൽ ഒരുപാടുണ്ട്. അവിടെയെല്ലാം തന്നെ പണത്തിന് അത്യാവശ്യമായി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അവര് പറയുന്ന പലിശ എത്രയെന്ന് ഒന്നും നോക്കാതെ പോയി പണം വായ്പയെടുക്കും. അവസാനം അത് ഒരു കടക്കണിയിൽ എത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. ഏതായാലും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വാർത്ത വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ മാത്രം പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുകയും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം ലോൺ നൽകുന്ന ആളുകൾക്കെതിരെയെല്ലാം നടപടി സ്വീകരിക്കും. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അതെല്ലാം പതിയെ തണുക്കും. ഇപ്പോഴിത് അത്തരത്തിൽ പെരുമ്പാവൂരിൽ ഇത്തരത്തിലൊരു പണം കടമെടുത്ത് അവസാനം തിരിച്ചടയ്ക്കാനാകാതെ ആത്മഹത്യയുടെ വക്കിലെത്തിയ ഒരു വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പെരുമ്പാവൂരിലാണ് യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഓടക്കാലി പുളിയാമ്പളി മുഗൾ നെടുമ്പുറത്ത് വീട്ടിൽ വിഷ്ണുവിന്റെ ഭാര്യ ചാന്ദിനിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. 29 വയസ്സാണ് ഈ യുവതിക്ക് പ്രായം. കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയിട്ടായിരുന്നു സംഭവം നടന്നത്. യുവതി ഒരു സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് പണം വായ്പയായി എടുത്തിരുന്നുവെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം വായ്പയുടെ ഗഡുക്കൾ അടയ്ക്കേണ്ടതായിരുന്നു. ഇതിൽ കുടിശ്ശികയും ഉണ്ടായിരുന്നു. ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരിൽ ചിലർ ബുധനാഴ്ച ചാന്ദ്രിയുടെ വീട്ടിൽ വന്നിരുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. കുറുപ്പമ്പടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു യുവതി ആത്മഹത്യ ചെയ്തത് എന്നാണ് ബന്ധുക്കൾ അടക്കം ആരോപിക്കുന്നത്. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇത്തരത്തിൽ നിയമക്കുരുക്കില്ലാതെ ഒരുപാട് പണം നമുക്ക് എത്ര വേണമെങ്കിലും ലഭിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളാണ് ഇന്നുള്ളത്. അവിടെയെല്ലാം തന്നെ മലയാളികൾ പോയി പെടുന്നതും ഇന്ന് സർവ്വസാധാരണമാണ്. അവസാനം പണം തിരിച്ചടയ്ക്കാൻ അവർ പറയുന്ന സമയത്തിനുള്ളിൽ തിരിച്ചടയ്ക്കാനാകാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യയുടെ വഴി നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. ഏതായാലും നിരവധി വാർത്തകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഇത്തരം ചതിക്കുഴികളിലാണ് പോയി നമ്മൾ പെടുന്നത് എന്നുള്ളതാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നുള്ളത് മാത്രമല്ല, ഓൺലൈൻ ആപ്പുകൾ വഴിയും ഇന്ന് നിരവധി ആളുകളാണ് ലോൺ എടുക്കുന്നതും അതുപോലെ തന്നെ തിരിച്ചടയ്ക്കാനാവാതെ ഇത്തരം ചതിക്കുഴിയിൽ പോയി പെടുന്നതും. വെറും ഒരു ആധാർ കാർഡും പാൻ കാർഡും മാത്രം രേഖയായി നൽകിയ 5000 രൂപ മുതൽ 50,000 വരെ വായ്പ ലഭിക്കും. ഓരോ ആപ്പുകളും ലോൺ നൽകുന്നതിനും തിരിച്ചടയ്ക്കാനും വ്യത്യസ്ത മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. അനധികൃതമായി വായ്പ നൽകുന്നതിന് നിയമവിരുദ്ധമായി 4000-ലധികം ഓൺലൈൻ ആപ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ദിവസേന 40-ലധികം കേസുകളാണ് ഇത്തരത്തിൽ വായ്പാ തട്ടിപ്പ് സംബന്ധിച്ച് രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ പരസ്യങ്ങളായും അതുപോലെ ഫോണുകളിൽ മെസ്സേജുകളുമായി ഓൺലൈൻ തട്ടിപ്പ് സംഘം ഇന്ന് ആവശ്യക്കാരെ തേടിയെത്തുന്നുണ്ട്. ചില അത്യാവശ്യക്കാർ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് വായ്പ എടുക്കാറുണ്ട്. വായ്പയെടുത്ത് പണം കീശയിലാകുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് ആരും ചിന്തിക്കില്ല. ഓരോ ഓൺലൈൻ ആപ്പുകളിലും വായ്പയ്ക്ക് അപേക്ഷിക്കേണ്ട രീതി വ്യത്യസ്തമാണ്. ആധാർ, പാൻ കാർഡ് എന്നിവയ്ക്കൊപ്പം വ്യക്തികളുടെ ചില വിവരങ്ങൾ കൂടി നൽകിയാൽ വായ്പ റെഡി. രജിസ്റ്റർ ചെയ്യുന്ന ഫോണുകളിലെ കോൺടാക്റ്റുകളുടെ എണ്ണം കൂടുന്നതും അധികം തുക ലഭിക്കാൻ കാരണമാണ്. ആപ്പുകളിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ പ്രൊഫൈലുകൾക്ക് അനുസരിച്ചായിരിക്കും തുക നൽകുക. സിംഗിൾ, ഡ്യുവൽ എന്നിങ്ങനെയാണ് ആപ്പുകളുടെ പ്രവർത്തനം. സിംഗിൾ ആപ്പുകളിൽ നിന്ന് 5000-ൽ താഴെ മാത്രമേ വായ്പയായി നൽകും. ഡ്യുവൽ ആപ്പുകൾ 50,000 വരെ നൽകും. ഒരാഴ്ചയ്ക്കുള്ളിൽ തുക തിരിച്ചടയ്ക്കണം. അവസാന ദിവസത്തിന് തൊട്ട് മുൻപ് പണം തിരികെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങൾ ഇങ്ങനെ എത്തിത്തുടങ്ങും. കൃത്യമായി തിരികെ നൽകിയില്ലെങ്കിൽ പിന്നെ പലതരത്തിലുള്ള ഭീഷണികളാകും ഉണ്ടാവുക. അത് പല രൂപത്തിലും ഭാവത്തിലും നമുക്ക് ചുറ്റുമുള്ള ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ, സ്ത്രീകൾ, തൊഴിൽ രഹിതർ എന്നിവരെയാണ് ലക്ഷ്യം വെക്കുന്നത്. വളരെ ചെറിയ തുകയ്ക്ക് വേണ്ടിയാണ് ഇവർ ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ പിടിയിലാകുന്നത്. ഇത് പിന്നീട് നമ്മളെ കൊണ്ടെത്തിക്കുന്നതോ വലിയൊരു അപകടത്തിലേക്കാണ് എന്നുള്ളത് ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം.